ഷഹബാസിന്റെ അയൽവാസിയുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. അപ്പം ആ പരിപാടിക്കിടയിലുണ്ടായ ശബ്ദം നിലച്ചു പോയപ്പോൾ ഒരു കൂക്കി വിളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് 2 വിദ്യാലയം എന്നുള്ള നിലക്കുള്ള ഒരു താൽക്കാലിക ഇതാണ് ഉണ്ടായതുള്ളത്. ഉണ്ടായ സംഭവങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ നഷ്ടത്തിലേക്ക് വന്നു. ആ കുടുംബത്തിന് തീരാ നഷ്ടവുമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് നാടിന് തന്നെ വലിയ നഷ്ടങ്ങളാണ്. അതുപോലെ തന്നെ ഇത്തരം DJ പോലത്തെ സെൻഡ് ഓഫ് പാർട്ടികളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ പ്രചോദനം വരിക ഒരു തലക്ക്. അത് കുട്ടികളുടെ സ്വഭാവ ദോഷങ്ങൾ, അതായത് ചിലപ്പോൾ ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളുണ്ടാവാം. അത് ഇത്തരം വിഷയത്തിലേക്ക് കടക്കുക ചെയ്യുന്നത്. തല്ലുണ്ടായതെന്നപ്പോൾ പല സ്ഥലത്തും മുതിർന്നവരിൽ പങ്കെടുത്തിരുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് പോലീസ് അതിൻ്റെ വശങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. ദേവാസ് നല്ല പിന്നെ പഠിക്കാനും എല്ലാത്തിനും നല്ലൊരു ഏബിളായ ഒരു കുട്ടിയാണ്. എൻ്റെ മകൻ്റെ സുഹൃത്തുമാണ്. അവർക്ക് എല്ലാ സമയവും ഒന്നിച്ച് ആണ് പോണത്. നല്ല കുട്ടിയാണ്. ഓരോ ദിവസം പുലർച്ചെയും നമ്മൾ കേൾക്കുന്നത് ക്രൂരമായ കൊലപാതകങ്ങളാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ക്രൂരമായ കൊലപാതകം സാധാരണ കയ്യബദ്ധം പറ്റുന്നൊരു കൊലപാതകമല്ല. ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മൾ ഓരോ ദിവസം പുലരുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് സംഭവിച്ചത് കേരളത്തിന്?